തൊഴിൽ ചെയ്യുന്ന സ്ത്രീകളുടെ സന്തോഷം കുറക്കുന്നൊരു കാര്യമുണ്ട്. അപൂർവമാണെങ്കിലും അങ്ങനെ ഉണ്ട്. ഭർത്താവിൻ്റെ മടി. ജോലി എത്ര തന്നെ അന്വേഷിച്ചാലും കിട്ടില്ല. അഥവാ കിട്ടിയാൽ തന്നെ കൈവേദന, കാലുവേദന, ശരീരത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളിലും വേദന. അവസാനം സ്നേഹനിധിയായ ഭാര്യയെ കൊണ്ട് പറയിക്കും, ഇനി നിങ്ങൾ ജോലിക്ക് പോകണ്ട, തൽക്കാലം എൻ്റെ വരുമാനമുണ്ടല്ലോ, നമുക്കങ്ങനെ കഴിയാം എന്ന്. പക്ഷേ വീട്ടിൽ സ്വസ്ഥത കിട്ടുമോ? ഇല്ല. ഭർത്താവിൻ്റെ ബോറടി, അപകർഷബോധം പറയാനില്ലല്ലോ. അവളുടെ ചിരി കണ്ടില്ലേ, അവളുടെ ഭാവം കണ്ടില്ലേ, നോട്ടം കണ്ടില്ലേ, അവളുടെ ചെലവിലാണ് ഞാൻ കഴിയുന്നത് എന്ന അഹങ്കാരമാണ് എന്ന് വെറുതെ തെറ്റിദ്ധരിക്കും. എന്താണ് ഇതിനൊക്കെ പരിഹാരം? സിമ്പിൾ. കുടുംബത്തിൻ്റെ സാമ്പത്തികമായ ഉത്തരവാദിത്തങ്ങൾ ഭർത്താവിൻ്റേത് മാത്രമാണെന്ന് രണ്ടുപേരും മനസ്സിലാക്കുക. എപ്പോഴെങ്കിലും ഭാര്യയുടെ പണം ഉപയോഗിക്കേണ്ടി വന്നാൽ, അടിസ്ഥാന ആവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തേണ്ടി വന്നാൽ അത് കടമായി കണക്കാക്കി പിന്നീട് കൊടുക്കണം. പിന്നെ ഭാര്യയുടെ സമ്പത്ത് എന്ത് ചെയ്യണം? അത് അടിസ്ഥാനമല്ലാത്ത ആവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം, അല്ലെങ്കിൽ നിക്ഷേപമാക്കി വെക്കാം. അതുകൊണ്ട് തന്നെ ഭാര്യയുടെ വരുമാനം സെപ്പറേറ്റ് അവളുടെ തന്നെ അക്കൗണ്ടിൽ വെക്കുക. ജോയിൻ്റ് അക്കൗണ്ടോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അക്കൗണ്ടോ അല്ല അതിനെ ഉപയോഗപ്പെടുത്തേണ്ടത്. പലപ്പോഴും ഒരു 100 രൂപ വേണ്ടി വന്നാൽ ഭർത്താവിനോട് ചോദിക്കണ്ടല്ലോ എന്ന് കരുതിയാണ് ചിലർ ജോലിക്ക് പോകുന്നത്. പക്ഷേ ആ അവസ്ഥ തുടരുകയാണെങ്കിൽ എന്താർത്ഥം? ഇരുമെയ്യാണെങ്കിലും നമ്മൾ ഒറ്റക്കരളല്ലേ, നീ എൻ്റെ ജീവനല്ലേ എന്ന ചങ്ങമ്പുഴയുടെ വരികൾ എത്ര തവണ വേണമെങ്കിൽ പാടാം, നല്ലതാണ്. പക്ഷേ അതിൻ്റെ കൂടെ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടും ഒന്നല്ലേ എന്ന് ചേർക്കരുത്. താങ്ക് യു.